വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ 383 എന്നുള്ള പുതിയ വിവരം ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. വിവിധ സോണുകളിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. ചൂരൽമലയിലെ വിശദാംശങ്ങൾ നേരത്തെ പങ്കുവയ്ക്കുകയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമും KR ഗോപികൃഷ്ണനും. മറ്റ് സോണുകളിൽ ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നതെന്ന് നമുക്കറിയണം. മുണ്ടക്കയിലേക്കാണ് പോകുന്നത്. അതെ, ഷഫീദ് റാവുത്തർ മുണ്ടക്കയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. ഷഫീദ്, ഇനിയിപ്പോൾ പലതരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, നായ്ക്കളുണ്ട്. അങ്ങനെയൊക്കെ തെരച്ചിൽ നടക്കുമ്പോഴും ചില നിയന്ത്രണങ്ങൾ ചില മേഖലകളിൽ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വോളണ്ടിയേഴ്സിനെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നിയന്ത്രണമുണ്ട് എന്നത്, അതിൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ, അതായത് ഈ ഭാഗത്തേക്ക് വരാൻ, നമ്മൾ ഈ ചൂരൽമലയിൽ ഏതാണ്ട് ഒരു 4-4.5 കിലോമീറ്റർ നടന്ന് ഒരു മല കയറി വേണം ഈ ഭാഗത്തേക്ക് എത്താൻ. ഇവിടേക്ക് എത്താൻ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഏതാണ്ട് 4ഓളം ചെക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഈ വോളണ്ടിയേഴ്സിനും നിയന്ത്രണങ്ങളുണ്ട്. അവരുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി അവർക്ക് ഒരു ID കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടാണ് അവരെയും ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്തിനാണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഒരു വലിയ ദുരന്തമുഖമാണ്, ഇത്രയും ദിവസം നമ്മൾ പിന്നിട്ടു, ഇനി ഇക്കാര്യത്തിൽ ഓരോ സ്റ്റെപ്പും ജാഗ്രതയോടെ എടുക്കണം, അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ള മറുപടിയാണ് നമുക്ക് ഈ റവന്യൂ അധികാരികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കളക്ടറേറ്റിൽ നിന്നടക്കം ലഭിക്കുന്ന. ഇപ്പോൾ മുണ്ടക്കൈയിൽ തിരച്ചിൽ നടക്കുകയാണ്. നമുക്ക് ഈ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ കാണാം. രാഹുൽ പങ്കജ് സാറുണ്ട്. അദ്ദേഹമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുണ്ടക്കയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നത്. മറ്റ് കമാൻഡന്റ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് വന്ന ഇക്കാര്യങ്ങളൊക്കെ, ഈ തുടർ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഈ പരവീർ നഗര അടക്കമുള്ള കമാൻഡന്റാണ് അദ്ദേഹം. ഈ ട്രൂപ്പിന്റെ, ഇതുമായി ബന്ധപ്പെട്ട ഈ ട്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടേക്കുണ്ട്. ഇനി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുണ്ടക്കൈ ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്ര ഒരു വ്യാപകമായ തിരച്ചിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല. കാരണം ഈ ഭാഗം ഇതൊരു ടൗൺഷിപ്പ് ആയിരുന്നു. ഈ ഭാഗത്ത് നേരത്തെ നമുക്ക് ഈ ഒരു 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ഒക്കെ ദിവസം നമുക്ക് വലിയ തരത്തിലുള്ള ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ കാണാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദൃശ്യത്തിൽ അത്രയും വലിയൊരു പരിശോധനയൊന്നും ഇവിടെ നടക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണ് എന്നുള്ളതാണ് വാസ്തവം. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ഈ ആർമിയുടെ റഡാറിൽ സിഗ്നൽ കാണിച്ചത്. ആ ഭാഗത്തൊക്കെ അവർ ഏതാണ്ട് ഒരു 7 മീറ്ററോളം താഴ്ചയിൽ, 7 അടിയോളം താഴ്ചയിൽ അവർ കുഴിയെടുത്ത് പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താനായിട്ടില്ല. വീടുകൾ അവശിഷ്ടമല്ലാതെ ആളുകളെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെയും മിനിഞ്ഞാന്നും നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള സ്ട്രാറ്റജി എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷെ അത് എന്ത് സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ ഐബോർഡ് പരിശോധന ആയിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതേസമയം കഴിഞ്ഞ ദിവസം ഈ റഡാർ സിഗ്നലും അതേപോലെ തന്നെ സംശയമുണ്ടായിരുന്നു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒരു മുറി കടയുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഇന്ന് വീണ്ടും ഈ കുഴി നീക്കിയുള്ള പരിശോധന, അത് ഈ ഇവിടുത്തെ ഒരാളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഈ പരിശോധന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ബന്ധുവിന്റെ പരിശോധന പ്രകാരം ആ വീട്ടിലെ 2 പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. ഇനി പുഞ്ചിരിമറ്റത്തേക്ക് പോവുകയാണെങ്കിൽ പുഞ്ചിരിമറ്റത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലങ്ങളിൽ പരിശോധനയില്ല. തൊട്ട് താഴെ, അതായത് ഉരുള് പൊട്ടി ഒഴുകി വന്ന ആ പാത്തിൽ അവിടെ ചില പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് നടക്കുന്ന തിരച്ചിൽ. ഏതായാലും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ ഡ്രോൺ സംഘം ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ആ പരിശോധന ഒരുപക്ഷെ കൂടുതൽ നിർണായകമാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ അദ്ദേഹത്തിന്റെ പരിശോധനയിൽ ചൂരൽമലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് കണ്ടെത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു മീറ്റിംഗ് ആണ്, ആർമിയുടെ ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗ് അഭിലാഷ് ഒന്ന് കാണിക്കും. ആ മീറ്റിംഗിന് ശേഷമായിരിക്കും ഇനി എന്തായിരിക്കണം ഇന്നത്തെ സ്ട്രാറ്റജി എന്നുള്ള കാര്യത്തിൽ അവരൊരു തീരുമാനമെടുക്കുകയുള്ളൂ. അതിനാണ് കമാൻഡിന്റെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ചുമതല വഹിക്കുന്ന രാഹുൽ പങ്കജുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന ആർമി ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമുക്ക് റഡാർ ഇങ്ങോട്ടേക്ക് ഇനി കൊണ്ടുവന്ന് പരിശോധന നടത്തിയിട്ട് വലിയ സാധ്യതയൊന്നുമില്ല. കാരണം ഈ ഭാഗങ്ങളിൽ കഴിയാവുന്നത്ര രീതിയിൽ പരിശോധന നടത്തി ഐബോർഡ് ഡ്രോൺ പരിശോധന നടക്കട്ടെ. ആർമി സംശയമുള്ള ആളുകൾ പറയുന്ന സ്ഥലങ്ങളിൽ, അതായത് പ്രദേശവാസികൾ, ഈ ബന്ധുക്കളെ അടക്കം നഷ്ടപ്പെട്ട ആളുകൾ പറയുന്ന സ്ഥലങ്ങളിൽ അവർ പരിശോധന നടത്തും. ഇനി അനുജ നമ്മൾ ഇതിന് കുറച്ച് അങ്ങോട്ടേക്ക്, അഭിലാഷ് ഇങ്ങോട്ട് വന്നാൽ ആ ഭാഗത്തേക്കൊക്കെ ആളുകൾ ഈ ഉരുള് പൊട്ടി ഒഴുകി വന്ന സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇനി അത് മാത്രമാണ് ഏക ഓപ്ഷൻ. നമ്മൾ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത്കുമാർ രാവിലെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി നമ്മൾ വിവരങ്ങൾ തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ഭാഗത്ത് നിന്ന് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് താഴേക്കാളുകൾ ഒഴുകിപ്പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ താഴെ റിവർ ബെഡിൽ പരിശോധന നടത്തുക ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു അവസ്ഥയിൽ നടക്കില്ല. കാരണം വലിയ ചെളിക്കൂമ്പാരമാണ്. അവിടെ
ഒന്നും രണ്ടും ആൾ പൊക്കത്തിലൊക്കെ ഈ ചെളി ഇങ്ങനെ നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി പരിശോധന നടത്തുക ദുഷ്കരമാണ്. അത് ഈ ഘട്ടത്തിൽ അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കുറച്ചും കൂടെ ഡ്രൈ ആയതിനു ശേഷം വെയിലൊക്കെ സജീവമായി, ഇന്നലെ കുറച്ച് വെയിലുണ്ടായിരുന്നു, ഇന്നും സജീവമായ ആ വെയിൽ അങ്ങനെ തുടരുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധന നടത്തും എന്നുള്ളതാണ് ലോ ആൻഡ് ഓർഡർ ADGP, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ നമ്മളോട് വ്യക്തമാക്കി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ റിവർ ബെഡിൽ, ഇവിടെയൊക്കെ പാറയാണ്, താഴേക്ക് പോകുമ്പോഴാണ് ചെളിയുള്ളത്. ഈ റിവർ ബെഡിന്റെ ഭാഗത്ത് ഇപ്പോൾ അതാ ആർമി ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. IRV സന്നദ്ധ പ്രവർത്തകരും ഇവിടെയുണ്ട്. ഇവരടക്കം പരിശോധന നടത്താണ്. നമുക്ക് അവിടെയടക്കം ഇവർ നടത്തുന്ന പരിശോധന ഈ താഴേക്ക് ആളുകൾ പതിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് അവർ പരിശോധിക്കുന്നത്. അത് അവിടേക്ക് നമുക്ക് പോവുക ദുസ്സഹമാണ്, കാരണം അവിടേക്ക് മുറിച്ചു കിടക്കാൻ കഴിയില്ല. താഴെ നിന്ന് ഇങ്ങനെ നടന്നാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അത് ഈ മിസ്സിംഗ് ആയവരുടെ എണ്ണം, അത് റവന്യൂ അധികൃതർ കളക്ട് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു മുണ്ടക്കൈ മേഖലയിൽ നിന്ന്. അവിടെയും ഐബോർഡ് സംവിധാനം എത്തിച്ചുള്ള പരിശോധനയ്ക്ക് നീക്കം നടക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതുവരെ ഈ സമയം വരെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഒരു സോണുകളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ചൂരൽമലയിൽ അടക്കം തെരച്ചിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്.